അവിടുത്തെ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഖിബ്ലയുടെ ശരിയായ ദിശയിലാണോ അല്ലേ? മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു തന്റെ ആത്മീയ ശക്തിയും ഭൗതിക വിജ്ഞാനവും ഉപയോഗപ്പെടുത്തി മസ്ജിദ് ശരിയായ ദിശയിലാണെന്ന് ഉറപ്പുവരുത്തി. എല്ലാവർക്കും ആശ്വാസമായി വീണ്ടും ദീർഘയാത്ര. അഫ്ഗാനിസ്ഥാനിലെ മന എന്ന പ്രദേശത്തെത്തി. ഇവിടെ ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. വഴിതെറ്റിപ്പോയ സമൂഹത്തെ നേർവഴിയിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങി. ഇത് വിജയിപ്പിക്കാൻ 2 വർഷക്കാലം അവിടെ താമസിക്കേണ്ടി വന്നു. ഹളറത്ത് ഖാജ അബൂ സഈദ് അബ്ദുൽ ഖാദിർ അവர்களுടെ മക്കാമിൽ നിന്ന് ആത്മീയ വെളിച്ചം നേടി. പിന്നീട് ഹറാത്ത് എന്ന സ്ഥലത്തെത്തി. ഹിജ്റ 481 മരണപ്പെട്ട ഷെയ്ഖ് അബ്ദുള്ള അൻസാരി തങ്ങളുടെ മഖ്ബറയിലെത്തി. ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചു. ഉറക്കമില്ലാ രാവുകൾ. ഇശാഇന്റെ വുളൂകൊണ്ട് സുബ്ഹി നിസ്കരിച്ചു. നബിതങ്ങളുടെ ഹിജ്റ കഴിഞ്ഞിട്ട് 560 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഹിജ്റ വർഷം 560 അവസാനിച്ചു. പുതുവർഷം പിറന്നു. മുഹറം മുൽത്താനിലേക്ക് യാത്ര തിരിച്ചു. പാകിസ്ഥാന്റെ ഭാഗമായ മുൽത്താനിൽ എത്തിച്ചേരുന്നത് ചരിത്ര സ്മരണകളുണർത്തുന്ന സുദിനത്തിൽ. ഹിജ്റ 561 മുഹറം 10. മുൽത്താനിലെ അനുഭവങ്ങളെക്കുറിച്ച് മുഈനുദ്ദീൻ അവർകൾ പിൽക്കാലത്ത് പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു: മഹാനായൊരു ദർവേശിനെ ഞാൻ കണ്ടെത്തി. തൗബയെക്കുറിച്ചാണ് സംസാരിച്ചത്. ആരിഫീങ്ങളുടെ തൗബ 3 വിധത്തിലാണ്. ഒന്ന്, പാപങ്ങൾ വന്നു പോയല്ലോ എന്നോർത്ത് ലജിച്ച് തലതാഴ്ത്തി തൗബ ചെയ്യുന്നു. പാപങ്ങൾ വന്നുപോകുമോയെന്ന് ഭയന്നും വന്നുപോയത് ഒഴിവാക്കാനും വേണ്ടിയുള്ള തൗബ. കോപം, അസ്വസ്ഥത എന്നീ ദോഷങ്ങളിൽ നിന്ന് സ്വയം ശുദ്ധീകരണത്തിനുള്ള തൗബ. കേട്ടതും പഠിച്ചതും പ്രായോഗികമാക്കി വീണ്ടും യാത്ര. പാകിസ്ഥാനിലെ മറ്റൊരു പട്ടണമായ ലാഹോറിലേക്ക്. സുൽത്താൻ ഖുസ്രുമാലിക്കായിരുന്നു അന്ന് ലാഹോർ ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ഖുസ്രുഷായായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് പ്രസിദ്ധനായ ബഹ്റാം ഷാ ലാഹോറിലെത്തിയ ഉടനെ മുഈനുദ്ദീൻ അവർകൾ പോയത് പ്രസിദ്ധ സൂഫിവര്യൻ ഷേഖ് പീർ അലി ഹജ് വീരി അവർകളുടെ ദർഗയിലേക്കായിരുന്നു. പീർ അലി ഹജ് വീരി കൂടുതൽ അറിയപ്പെടുന്നത് ദാദാ ഗഞ്ച് ബക്ഷ് എന്ന പേരിലാകുന്നു. 2 ആഴ്ചക്കാലം ഈ ദർഗയിൽ താമസിച്ചു. ധാരാളം ആളുകൾ കാണാനെത്തി. ലാഹോറിൽ നിന്ന് നേരെ പോയത് ഗസ്നിയിലേക്കാണ്. അല്പകാലത്തെ താമസത്തിന് ശേഷം ബൽഖ് പട്ടണത്തിലെത്തി. ബൽഖിൽ നിന്ന് ഉസ്ത്യാറാബാദ് റയ്യ് വഴി ബാഗ്ദാദിൽ തിരിച്ചെത്തി. ഇക്കാലത്ത് ഷേഖ് ഉസ്മാൻ ഹാറൂനി അവർകളും ദീർഘയാത്രയിലായിരുന്നു. അദ്ദേഹവും ബാഗ്ദാദിൽ തിരിച്ചെത്തി ഗുരുവും ശിഷ്യനും കണ്ടുമുട്ടി. ശിഷ്യൻ നല്ല ആത്മീയ ശിക്ഷണം നേടിടേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വർഷങ്ങളോളം നീണ്ട പഠനയാത്ര ചെയ്ത് എല്ലാം വിജയകരമായി പൂർത്തിയാക്കി. മുരീദിദ തിരിച്ചെത്തിയിരിക്കുന്നു. ഷെയ്ഖ് പൂർണ്ണ സംതൃപ്തിയോടെ മുരീദിനെ സ്വീകരിച്ചു. ഷെയ്ഖിൽ നിന്നുള്ള ശിക്ഷണത്തിന്റെ 2ാം ഘട്ടം ഇവിടെ ആരംഭിക്കുന്നു. ഹിജ്റ 562 അവർ കണ്ടുമുട്ടി. തുടർന്നുള്ള 2 പതിറ്റാണ്ടുകാലം ഗുരുവും ശിഷ്യനും ഒന്നിച്ചാണ് യാത്ര. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ മസ്ജിദിൽ വെച്ച് ശിക്ഷണം ആരംഭിച്ചു. ത്യാഗത്തിന്റെ പതിറ്റാണ്ടുകൾ. ഷെയ്ഖിനോടൊപ്പമുള്ള 20 വർഷങ്ങൾ. കഠിനമായ ത്യാഗത്തിന്റെ 2 പതിറ്റാണ്ടുകൾ. ആ ത്യാഗത്തെക്കുറിച്ച് പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ അവർകൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾ വിദ്യ തേടി പുറപ്പെട്ടു. ഖുറാസാനിലെത്തി. അവിടെ വെച്ച് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി. പിന്നീട് ബുഖാറയിലെത്തി മൗലാന ഹിസാമുദ്ദീൻ അവർകളുടെ ദർസിൽ ചേർന്നു. തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ് തുടങ്ങിയ ലാഹിരിയായ ഇൽമുകളെല്ലാം നേടി. അതിനുശേഷം മഹാന്മാരായ ഔലിയാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖ്ബറകൾ സന്ദർശിക്കാൻ പോയി. ജീവിച്ചിരിപ്പുള്ള ഔലിയാക്കളെയും കാണാൻ ചെന്നു. മരണപ്പെട്ടവർ സ്വപ്നത്തിലൂടെയും ജീവിച്ചിരിപ്പുള്ളവർ നേരിട്ടും സൂചന നൽകിയതനുസരിച്ച് ഹാറൂൻ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. ഔലിയാക്കന്മാരുടെ ഇമാമും ആരിഫീങ്ങളുടെ സുൽത്താനുമായ അഷേഖ് ഉസ്മാൻ ഹാറൂനി റളിയല്ലാഹു അൻഹുവിനെ തേടിയായിരുന്നു ആ യാത്ര. ഈ ചെറുപ്പക്കാരന്റെ ആഗമനത്തെക്കുറിച്ച് ഷെയ്ഖിന് നേരത്തെ തന്നെ ബുദ്ധിസ്യമായ ഇഷാറത്ത് കിട്ടിയിരുന്നു. ഷെയ്ഖ് അദ്ദേഹത്തെ സ്വീകരിക്കുകയും തന്റെ മുരീദന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ദീർഘകാലം ത്യാഗങ്ങൾ സഹിച്ച് ഷെയ്ഖിന്റെ കൂടെ നിലനിന്നു. ഷെയ്ഖ് മുഈനുദ്ദീൻ ചിശ്തി അവർകളുടെ പ്രധാന ഖലീഫയാണ് സുൽത്താനുൽ ആരിഫീൻ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി അവർകൾ. മുഈനുദ്ദീൻ ചിശ്തി അവർകൾ ഷെയ്ഖ് ഉസ്മാൻ ഹാറൂനിയുടെ കൂടെ കഴിഞ്ഞ ത്യാഗപൂർണമായ കാലഘട്ടത്തെക്കുറിച്ച് ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി തന്റെ ദലീലുൽ ആരിഫീൻ എന്ന കൃതിയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഷെയ്ഖ് മുഈനുദ്ദീൻ ചിശ്തി അവർകൾ ഷെയ്ഖ് ഉസ്മാൻ ഹാറൂനി അവർകളുടെ കൂടെ 20 വർഷം ജീവിച്ചു. ജീവിതത്തിന്റെ സുഖങ്ങളും ആശ്വാസങ്ങളും നിഷേധിക്കപ്പെട്ട 20 വർഷങ്ങൾ. തന്റെ ശരീരത്തിന് താൻ തന്നെ അത് നിഷേധിക്കുകയായിരുന്നു. ഷംസുൽ ഉലമ രചിച്ച മൗലിദ് പേജ് ഷെയ്ഖ് ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി അവർകളുടെ മുരീദായിരുന്നു. ഷെയ്ഖ് ഫരീദുദ്ദീൻ ഗഞ്ജ്ശകർ ഷെയ്ഖും മുരീഡും തമ്മിൽ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ദീർഘസംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്.
സംഭാഷണത്തിനിടയിൽ മൊയ്നുദ്ദീൻ ചിശ്തി അവർകളെക്കുറിച്ച് ഗുരു അത്ഭുതത്തോടെ സംസാരിക്കുമായിരുന്നു. അങ്ങനെ കേട്ട കാര്യങ്ങൾ ഷേഖ് ഫരീദുദ്ദീൻ ഗഞ്ചിശഗർ തന്റെ കൃതികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ ചിലത് ശംസുൽ ഉലമ ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്: ഷേഖ് മൊയ്നുദ്ദീൻ ചിശ്തി 70 വർഷം തുടർച്ചയായി നോമ്പ് നോറ്റു. പകൽ നോമ്പ്, രാത്രി സുന്നത്ത് നിസ്കാരം, ഇതായിരുന്നു ചിട്ട. സദാനേരവും വുളു നിലനിർത്തുമായിരുന്നു. മലമൂത്ര വിസർജന സമയത്തു മാത്രമേ വുളു നഷ്ടപ്പെടുമായിരുന്നുള്ളൂ. ഇശാഇന്റെ വുളു കൊണ്ട് സുബ്ഹി നിസ്കരിച്ചു. ഒരു ചെറിയ കഷ്ണം റൊട്ടിയാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കുക. ഉണങ്ങി രുചി കുറഞ്ഞ റൊട്ടിക്കഷണം. ഓരോ ദിവസവും വിശുദ്ധ ഖുർആൻ 2 തവണ ഓതി തീർക്കുമായിരുന്നു. ഓരോ ഖത്മ് തീരുമ്പോഴും ഒരു ശബ്ദം മുഴങ്ങിക്കേൾക്കുമായിരുന്നു: ഓ മൊയ്നുദ്ദീൻ, നിങ്ങളുടെ ഖത്മ് നാം സ്വീകരിച്ചിരിക്കുന്നു. സിയറിൽ ഔലിയാബ്, സിയറിൽ ആരിഫീൻ എന്നീ കൃതികളിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. ശംസുൽ ഉലമ രചിച്ച മൗലിദിൽ. തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന പ്രമുഖ പണ്ഡിതനും സൂഫിവര്യനുമായിരുന്നു അല്ലാമ മാപ്പിള ലബ്ബ ആലിം സാഹിബ്. അസയ്യിദ് മുഹമ്മദ് ഹസൻ അസ്സൻബരി ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അവർകളെക്കുറിച്ച് അല്ലാമ മാപ്പിള ആലിം ലബ്ബ സാഹിബ് അവർകൾ ദീർഘമായ മൗലിദ് രചിച്ചിട്ടുണ്ട്. മൗലിദ് അത്വാഇ റസൂൽ എന്നാണ് മൗലിദിന് നാമകരണം ചെയ്തിരിക്കുന്നത്. അതിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പ്രമുഖ പണ്ഡിതനായ ഹാഫിൽ അഹ്മദ് ഇലിയാഉദ്ദീൻ തന്റെ റിയാദുൽ ആരിഫീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് മാപ്പിള ലബ്ബ ആലിം സാഹിബ് ഉദ്ധരിക്കുന്നു. ഷേഖ് മൊയ്നുദ്ദീൻ ചിശ്തി ലാഹിരായ ഇൽമുകളെല്ലാം നേടിയതിനു ശേഷം ഹഖായിഖിന്റെയും തൗഹീദിന്റെയും ഇൽമുകൾ തേടി ഇറാഖിന്റെ ഭാഗത്തേക്ക് സഞ്ചരിച്ചു. ഷെയ്ഖ് ഉസ്മാൻ ഹാറൂനിയെ കണ്ടെത്തി അദ്ദേഹത്തോടൊപ്പം 20 വർഷം ഖാദിമായി കഴിഞ്ഞുകൂടി. മുരീദിന്റെ ചര്യകളിൽ സംതൃപ്തനായി ആത്മീയതയുടെ ഉന്നത പദവിയിലേക്ക് ഉയർത്തി. KPM ഇമ്പിച്ചിക്കോയ തങ്ങൾ രചിച്ച ഫൈലുൽ ഇലാഹിൽ ബാരി ഫി മനാഖിബി അഷേഖ് മൊയ്നുദ്ദീൻ അൽ അജ്മീരി എന്ന മൗലിദിൽ ഇങ്ങനെ കാണാം: ഷെയ്ഖ് മൊയ്നുദ്ദീൻ തന്റെ സഞ്ചാരത്തിനിടയിൽ ഷെയ്ഖ് അബിന്നൂർ ഉസ്മാൻ അൽ ഹാറൂനിയെക്കുറിച്ച് കേട്ടു. അദ്ദേഹത്തിന്റെ സന്നിധിയിലെത്തി ഖാദിമായി ബൈഅത്ത് ചെയ്തു. റിയാല്, മുജാഹിദ, ഇബാദത്ത്, മുറാഖബ എന്നിവയിൽ വ്യാപൃതനായി 20 വർഷക്കാലം സഹവസിച്ചു. യാത്രകളിൽ അനുഗമിച്ചു. ഖിർഖ നൽകി ആദരിക്കപ്പെട്ടു. ചിശ്തി ത്വരീഖത്തിലെ ഖിലാഫത്ത് ലഭിച്ചു. ഷെയ്ഖ് അബിന്നൂർ ഉസ്മാൻ ഹാറൂനി അവർകളുടെ ഖബർ മക്കയിലാകുന്നു. എല്ലാവരും ഷെയ്ഖ് ഉസ്മാൻ ഹാറൂനിയെ വിട്ടുപോയപ്പോൾ മൊയ്നുദ്ദീൻ കക്ഷമയോടെ കൂടെ നിന്നു. ഷെയ്ഖിന്റെ പൊരുത്തം നേടി ഷെയ്ഖ് ഇൽമു പറയാൻ തുടങ്ങി. ജനം അത്ഭുതത്തോടെ ഓടിയെടുത്തു. കറാമത്തുകൾ പ്രകടമായി. പോയവരെല്ലാം മടങ്ങിയെത്തി. ഖാൻഖാഹ് സജീവമായി മുരീദന്മാർ തിക്കിത്തിരക്കി വന്നു. ഷെയ്ഖിന്റെ ഖ്യാതി ദൂരെ ദിക്കുകളിലെല്ലാം വ്യാപിച്ചു. വമ്പിച്ച ജനപ്രവാഹം തന്നെയുണ്ടായി. തനിക്ക് എന്തെല്ലാം കഴിവുകൾ ലഭിച്ചിട്ടുണ്ടോ അവയെല്ലാം ശിഷ്യനായ മൊയ്നുദ്ദീന് നൽകാൻ ഷെയ്ഖ് മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞു. പുതിയ പദവി മഹാനായ ഉസ്മാൻ ഹാറൂനി അവർകൾ ചിശ്തി ത്വരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു. ചിശ്തി ത്വരീഖത്തിന്റെ സ്ഥാപകൻ ഖാജ അബൂ ഇസ്ഹാഖ് ഷാമിയാകുന്നു. അദ്ദേഹം സിറിയയിലാണ് ജനിച്ചു വളർന്നത്. പിന്നീട് ചിഷ്ത് എന്ന പ്രദേശത്ത് വന്ന് താമസമാക്കി. അഫ്ഗാനിസ്ഥാനിൽ ഹാരിറൂദ് നദിയുടെ കരയിലുള്ള ഒരു പ്രദേശമാണ് ചിഷ്ത്. ചിഷ്തും പരിസര പ്രദേശങ്ങളും സൂഫികളുടെ പ്രധാന കേന്ദ്രമായി വളർന്നു. ഖാജ അബൂ ഇസ്ഹാഖ് ഷാമിയുടെ ചിഷ്തിന്റെ പേര് ലോകമെങ്ങും വ്യാപിച്ചു. അബൂ ഇസ്ഹാഖ് ഷാമി സ്ഥാപിച്ച ത്വരീഖത്തിന് ചിശ്തി ത്വരീഖത്ത് എന്ന പേര് ലഭിച്ചു. അദ്ദേഹത്തിന്റെ ഗുരുപരമ്പര സിൽസില അലി തങ്ങളിൽ ചെന്നുചേരുന്നു. ഖാജ ഉസ്മാൻ ഹാറൂനി തന്റെ ശിഷ്യൻ മൊയ്നുദ്ദീന് മഹത്തായ പദവികൾ കൈമാറുന്ന രംഗം ശംസുൽ ഉലമ ഹൃദയസ്പർശിയായ നിലയിൽ വിവരിക്കുന്നത് കാണാം. ഖാജ മൊയ്നുദ്ദീൻ തസ്കിയത്തിന്റെ ഉന്നത പദവിയിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ ഷെയ്ഖ് തന്റെ പദവികൾ ശിഷ്യന് നൽകാൻ തീരുമാനിച്ചു. ഒരു ദിവസം ഷെയ്ഖ് ശിഷ്യനോട് കൽപ്പിച്ചു: വുളൂഉ പുതുക്കിവരൂ. അപ്പോൾ ഇങ്ങനെ കൽപ്പന കിട്ടി: 2 റക്അത്ത് നിസ്കരിക്കുക. ഒന്നാമത്തെ റക്അത്തിൽ ഒരു ഫാത്തിഹ ഓതിയ ശേഷം 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ 1000 തവണ ഫാത്തിഹ ഓതുക. സൂറത്തുൽ ഇഖ്ലാസ് 1 തവണ ഓതുക. മൊയ്നുദ്ദീൻ അപ്രകാരം 2 റക്അത്ത് നിസ്കരിച്ചു. നബിതങ്ങളുടെ മേൽ 100 തവണ സ്വലാത്ത് ചൊല്ലുക. 100 തവണ സ്വലാത്ത് ചൊല്ലി ഒരു രാവും പകലും ഏകനായി റിയാദിന് ഇരിക്കുക. 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. ഷെയ്ഖ് കൽപ്പിച്ചതെല്ലാം ചെയ്തു. കടുത്ത പരീക്ഷണമെല്ലാം വിജയിച്ചു. ശിഷ്യന്റെ കഴിവിൽ ഗുരു പൂർണ്ണ സംതൃപ്തനായി. തന്നെക്കുറിച്ച് ചിന്തിച്ചു കാലം അവസാനിക്കുകയാണ്. തന്റെ ആയുസ്സിന് ഇനിയേറെ ദൈർഘ്യമില്ല. തനിക്കൊരു പ്രഗത്ഭനായൊരു പിൻഗാമി വേണം. ചിശ്തി ത്വരീഖത്തിന്റെ വെളിച്ചം ലോകമെങ്ങും വരുത്താൻ കഴിവുള്ള പിൻഗാമി തനിക്ക് ലഭിച്ചതെല്ലാം പിൻഗാമിയെ ഏൽപ്പിക്കാം. ശാന്തമായ മനസ്സോടെ വിട പറയാം. മൊയ്നുദ്ദീൻ അതിന് യോഗ്യനാണെന്ന് ബോധ്യം വന്നിരിക്കുന്നു. ശിരസ്സു ഉയർത്തി മേലോട്ട് നോക്കുക. ഷെയ്ഖ് കൽപ്പിച്ചു. കണ്ണിന്റെ മുമ്പിലെ മറകൾ ഉയർത്തപ്പെട്ടു. അർഷ്, കുർസ് എന്നിവ വ്യക്തമാക്കപ്പെട്ടു. താഴോട്ട് നോക്കുക. താഴോട്ട് നോക്കി മറകൾ നീക്കപ്പെട്ടു.
ഭൂമിയുടെ അടിഭാഗം വരെ കണ്ടു. അൽഹംദുലില്ലാഹ്. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അവ ഓതിത്തീർന്നു. അല്ലാഹു നിന്നെ ഉന്നത പദവിയിൽ എത്തിച്ചിരിക്കുന്നു. ഗുരു സംതൃപ്തിയോടെ പറഞ്ഞു. ശംസുൽ ഉലമ മൗലിദിൽ വിവരിച്ചതിന്റെ ചുരുക്കരൂപമാണ് ഇതെല്ലാം. ഷെയ്ഖിന്റെ 2 വിരലുകൾക്കിടയിലൂടെ മൊഈനുദ്ദീന്റെ 11,000 ലോകങ്ങൾ കണ്ടു. ഖാജായുടെ ചരിത്രമെഴുതിയവർ ഈ രംഗം വിവരിച്ചിട്ടുണ്ട്. ഗുരു ശിഷ്യനുവേണ്ടി നടത്തിയ പ്രാർത്ഥനയും ഹൃദയസ്പർശിയായിരുന്നു. അല്ലാഹുവേ, മൊഈനുദ്ദീനെ നീ സ്വീകരിക്കണമേ. നിസ്സഹായനാക്കരുതേ. എന്റെ പിൻഗാമിയാക്കണമേ, ഒറ്റക്കാക്കരുതേ. പെട്ടെന്നൊരു പ്രകാശം കടന്നുപോയി. അത് ഹൃദയത്തിൽ തട്ടി. മനസ്സിൽ വല്ലാത്ത തെളിച്ചം. ഇതുവരെയും മുരീദായി നടക്കുകയായിരുന്നു. ആ ഘട്ടം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി പുതിയ ത്വാഹും തന്നിൽ നിന്ന് ത്വരീഖത്ത് വാങ്ങാൻ വന്നവരോട് ഖാജാ ഉസ്മാൻ ഹാറൂനി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു: എല്ലാം മൊഈനുദ്ദീനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി അവിടുന്ന് നിന്ന് ത്വരീഖത്ത് സ്വീകരിക്കുക. അങ്ങനെ ജനശ്രദ്ധ ഖാജാ മൊഈനുദ്ദീൻ ചിശ്തിയിലേക്ക് തിരിഞ്ഞു. അല്ലാഹുവിൽ ഏൽപ്പിച്ചു മൊഈനുദ്ദീൻ ചിശ്തി തന്റെ ജീവിതയാത്രയെക്കുറിച്ച് ഇന്ത്യയിലെ സദസ്സുകളിൽ വെച്ച് സംസാറുണ്ടായിരുന്നു. അതിന്റെ ചുരുക്കം ഇങ്ങനെയാകുന്നു: ബാഗ്ദാദിൽ വെച്ച് ഞാൻ എന്റെ ഷെയ്ഖും വഴികാട്ടിയുമായ ഷെയ്ഖ് ഉസ്മാൻ ഹാറൂനി അവർകളുമായി കണ്ടുമുട്ടി. അതെന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. എന്നെ ആത്മീയ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തി. ഇൽസ്ത ഹിജ്റ 562 കാലം ഷെയ്ഖ് ശിഹാബുദ്ദീൻ സുഹ്റവർദി അവർകൾ അന്ന് ബാഗ്ദാദിലുണ്ട്. ആത്മീയ ലോകത്തേക്ക് കടന്നുവന്നിട്ടേയുള്ളൂ. അദ്ദേഹം എന്റെ സഹവാസം ആഗ്രഹിച്ചു. പിൽക്കാലത്ത് സുഹ്റവർദി ത്വരീഖത്തിന്റെ മഹാഗുരുവായി ഉയർന്നുവന്ന ഷെയ്ഖ് ശിഹാബുദ്ദീൻ സുഹ്റവർദിക്ക് ഇത് വളരെയേറെ ഫലം ചെയ്തിട്ടുണ്ട്. ഞാനും എന്റെ വന്യഗുരുവും മക്ക ലക്ഷ്യമാക്കിയുള്ള ദീർഘയാത്രയിലാണ് ഒരു പട്ടണത്തിലിറങ്ങി. അവിടുത്തെ ഖാൻഖാഹിൽ ചെന്നു കുറെ ദർവേശുമാരെ കണ്ടു. അല്ലാഹുവിനോടുള്ള സ്നേഹത്തിൽ സ്വയം മറന്നു മയങ്ങുന്നവർ, പരിസരം മറന്നവർ. അവരോട് ആശയവിനിമയം നടത്താൻ പോലും കഴിഞ്ഞില്ല. അവരുടെ അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്നതേയില്ല. പിന്നീട് ഞങ്ങൾ ഫലൂജ എന്ന സ്ഥലത്തെത്തി. അവിടുത്തെ പ്രധാന മസ്ജിദിൽ ഏതാനും ദിവസം താമസിച്ചു. യാത്രയിലുടനീളം ഷേഖിന്റെ യാത്രാസാമഗ്രികളെല്ലാം ഞാൻ തലയിൽ ചുമക്കുകയായിരുന്നു. പാചകം ചെയ്യുക, വസ്ത്രമലക്കുക തുടങ്ങിയ സേവനങ്ങളും ചെയ്തു. ദീർഘയാത്രയുടെ അവസാനം ഞങ്ങൾ പുണ്യമക്ക ഷെരീഫിലെത്തി. ആവേശപൂർവം ത്വവാഫ് ആരംഭിച്ചു. എന്റെ വന്യരായ ഷെയ്ഖ് എന്നെ അല്ലാഹുവിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. അവിടുത്തെ പുണ്യനിറഞ്ഞ കൈകൊണ്ട് ഈ എളിയവന്റെ കൈ പിടിച്ചു, കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു: അല്ലാഹുവേ, കാരുണ്യവാനായ അല്ലാഹുവേ, റഹ്മാനും റഹീമുമായ റബ്ബേ, മൊഈനുദ്ദീനെ സ്വീകരിക്കൂ, മൊഈനുദ്ദീനെ സ്വീകരിക്കൂ. എന്തൊരു നിഷ്കളങ്കമായ ശബ്ദം! എത്ര പ്രതീക്ഷാനിർഭരമായ പ്രാർത്ഥന! എത്ര താഴ്മയായ തേട്ടം! മൊഈനുദ്ദീൻ സർവവും ഷെയ്ഖിന്റെ പാദത്തിൽ സമർപ്പിച്ച് വിനയാന്വിതനായി നിൽക്കുകയാണ്. ഷെയ്ഖ് മുരീദിനു വേണ്ടി അല്ലാഹുവിനോട് താണുകേണപേക്ഷിക്കുകയാണ്. സർവ്വലോകങ്ങളും കോരിത്തരിച്ചുപോയ നിമിഷം. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. ഗുരുവും ശിഷ്യനും വ്യക്തമായി കേട്ടു: ഖബിൽന മൊഈനുദ്ദീൻ, മൊഈനുദ്ദീനെ നാം സ്വീകരിച്ചിരിക്കുന്നു. ഷെയ്ഖിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അല്ലാഹുവിന് നന്ദി പറയാൻ വാക്കുകളില്ല. റൂഹ് പിടഞ്ഞുപോയ നിമിഷങ്ങൾ. മൊഈനുദ്ദീൻ കരഞ്ഞു പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ആദിവന്യരായ ഷെയ്ഖ് തന്നെ അല്ലാഹുവിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു. അല്ലാഹു എന്നെ സ്വീകരിച്ചു. ഈ നടന്ന പ്രാർത്ഥന, അതാണെന്റെ സമ്പാദ്യം. അമലുകൾ ഓരോന്നായി പൂർത്തിയാക്കി. ഇനി പുണ്യമദീനയിലേക്ക് ലോകാനുഗ്രഹിയായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ റൗളാ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. തന്റെ വന്യരായ ഉപ്പൂപ്പ, ഉപ്പവഴിയും ഉമ്മവഴിയുമുള്ള പിതൃപരമ്പര ഈ ഉപ്പൂപ്പയിൽ എത്തിച്ചേരുന്നു. ഉപ്പൂപ്പയോടുള്ള നിഷ്കളങ്ക സ്നേഹം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ചുണ്ടിൽ സ്വലാത്ത് തന്നെ. ഞങ്ങൾ പുണ്യ റൗളാ ഷെരീഫിലെത്തി. വന്യരായ ഷെയ്ഖ് എന്നോടിങ്ങനെ പറഞ്ഞു: മൊഈനുദ്ദീൻ സലാം പറഞ്ഞോളൂ. വിറക്കുന്ന ചുണ്ടുകൾ കൊണ്ട് സലാം ചൊല്ലി. അസ്സലാമു അലൈക്കും യാ സയ്യിദൽ മുർസലീൻ. വൈകിയില്ല സലാം മടങ്ങുന്ന ശബ്ദം കേട്ടു. വ അലൈക്കസ്സലാം യാ വലദി ഖുതുബുൽ മശായിഖ്. മശായിഖന്മാരുടെ ഖുതുബായ മകനെ, നിനക്ക് സലാം. ഖാജാ ഉസ്മാൻ ഹാറൂനി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു: ഇപ്പോൾ നീ ആത്മീയതയുടെ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. കുറച്ചു ദിവസം താമസിച്ചു. പിന്നെ മടക്കയാത്ര. റൗളാ ഷെരീഫിൽ ചെന്നു ഉപ്പൂപ്പയോട് സലാം പറഞ്ഞു. ഷെയ്ഖിന്റെ കൂടെ മടക്കയാത്ര. മടക്കയാത്രയിൽ ഒരു കൂട്ടം ദർവേശുമാരെ കണ്ടു. ഔഷ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഷെയ്ഖ് ബഹാഉദ്ദീൻ ഔഷ് അവർകളെ കണ്ടു. ഞങ്ങൾ ബദാഖ്ഷാൻ എന്ന പ്രദേശത്തെത്തി. പല ദർവേശുമാരെയും കണ്ടു. അവിടെ നിന്ന് ബുഖാറയിൽ വന്നു ദിവസങ്ങളോളം താമസിച്ചു. മജ്ലിസുകളിൽ പങ്കെടുത്തു. ദീർഘയാത്രകൾക്കിടയിൽ വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഞങ്ങൾ ബാഗ്ദാദിൽ തിരിച്ചെത്തി. ഷെയ്ഖ് ഉസ്മാൻ ഹാറൂനി തങ്ങൾ റിയാലയിൽ മുഴുകി ഏകാന്തതയിലിരുന്ന് ആരാധന. ഷെയ്ഖിനെ ബാഗ്ദാദിൽ കണ്ടെത്തിയ ശേഷമുള്ള 10 വർഷങ്ങൾ നിരന്തര യാത്രകളായിരുന്നു.
ഷെയ്ഖ് അവറുകളുടെ ബെഡ്, പുതപ്പ്, വെള്ളപ്പാത്രം തുടങ്ങിയ സാധനങ്ങൾ ഖാജാ മൊയ്നുദ്ദീൻ ശിരസിൽ ചുമന്നുകൊണ്ടു പോവുകയായിരുന്നു. 10 വർഷങ്ങൾ യാത്രക്കിടയിൽ ചോർന്നു തീർന്നു. അടുത്ത 10 വർഷത്തേക്കുള്ള യാത്ര ആരംഭിക്കുകയായി. ഓരോ യാത്രയിലും നിരവധി പരീക്ഷണങ്ങൾ വരും. യാത്ര, ക്ഷീണം, വിശപ്പ്, ഉറങ്ങാൻ കഴിയാതിരിക്കുക, വഴിയിലെ ബുദ്ധിമുട്ടുകളെല്ലാം സഹിക്കുക, ക്ഷമിക്കുക. ക്ഷമയിലൂടെ ഷെയ്ഖിന്റെ പൊരുത്തം നേടുക, ഷെയ്ഖിന്റെ തൃപ്തിയിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി നേടുക. ഔഷ് പ്രദേശത്തെ ആളുകൾ ആഹ്ലാദം കൊള്ളുകയാണ്. എല്ലാ വീടുകളിലും ആനന്ദം. മഹാന്മാരായ 2 ഔലിയാക്കന്മാർ എത്തിയിരിക്കുന്നു. അവരെക്കൊണ്ട് ബർക്കത്ത് സിദ്ധിക്കണം. കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ടാണ് ചിലർ വരുന്നത്. ഒരു നോട്ടം, ഒരു വാക്ക്, ഒരു മന്ദഹാസം, ഒരു സ്പർശനം, അതിനുവേണ്ടി ആളുകൾ തിരക്കുകൂട്ടുന്നു. വന്നതാരൊക്കെയാണ്? പ്രസിദ്ധനായ ഖാജ ഉസ്മാൻ ഹാറൂനി ചിശ്തി അവർകൾ, പ്രിയ ശിഷ്യൻ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അവർകളും. ഒരു ഉമ്മ തന്റെ മകനെയും കൊണ്ടുവന്നു. മകൻ ബിസ്മി എഴുതിക്കൊടുക്കണം. മഹാന്മാർ ബിസ്മി എഴുതി വായിച്ചുകൊടുത്താൽ തന്റെ കുട്ടി മഹാപണ്ഡിതനായിത്തീരുമെന്ന് ഉമ്മ മനസ്സിലാക്കിയിട്ടുണ്ട്. മകന് പ്രായമെത്രയായി? മൊയ്നുദ്ദീൻ ചോദിച്ചു. 4 വർഷം 4 മാസം 4 ദിവസം. എങ്കിൽ അത്ഭുത ബാലൻ തന്നെ പിൽക്കാലത്ത് ലോകമറിയുന്ന ആരിഫായിത്തീരും. ബിസ്മി എഴുതാനുള്ള പലക കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടിയുടെ പേര് ഖുതുബുദ്ദീൻ. അതെ, ഭാവിയിൽ ഖുതുബ് തന്നെ. പലക തരൂ, മൊയ്നുദ്ദീൻ ആവശ്യപ്പെട്ടു. കുട്ടി പലക കൊടുത്തു. മൊയ്നുദ്ദീൻ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഷെയ്ഖ് ഉസ്മാൻ ഹാറൂനി പറഞ്ഞു, മൊയ്നുദ്ദീൻ എഴുതാറായിട്ടില്ല, അല്പം കൂടി കാത്തിരിക്കൂ. ബാലി ഹമീദുദ്ദീൻ നാഗോരി വന്നുചേരും. ഖുതുബുദ്ദീൻ അദ്ദേഹം ബിസ്മി എഴുതിക്കൊടുക്കട്ടെ. പിൽക്കാലത്ത് ഡൽഹി ആസ്ഥാനമായി ഇന്ത്യയിൽ ഇസ്ലാമത പ്രചരണം നടത്തിയ മഹാപുരുഷൻ ഖാജ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കൈക്കിയായിരുന്നു. അന്ന് ബിസ്മി എഴുതിക്കാൻ വന്ന ആ കുട്ടി പിന്നീട് ഗുരുവും ശിഷ്യനും സീസ്ഥാനിലേക്ക് പോയി. അവിടെ വെച്ച് ദർവേഷ് സദറുദ്ദീൻ മുഹമ്മദ് അഹമ്മദ് സീസ്ഥാനിയെ കണ്ടു. ഏതാനും ദിവസങ്ങൾ അവിടെ താമസിച്ച ശേഷം സ്ഥലം വിട്ടു. പിൻഗാമി ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി പിൽക്കാലത്ത് അനുസ്മരിക്കാറുണ്ടായിരുന്ന ഒരു സംഭവം. ഹദ്റത്ത് ഖാജ ഉസ്മാൻ ഹാറൂനിയും ഷെയ്ഖ് ഔഹദുദ്ദീൻ കിർമാനിയും ഈ വിനീതനും കൂടി മദീനയിലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ ദമസ്കസിൽ എത്തിച്ചേർന്നു. പ്രധാന മസ്ജിദിൽ വന്നു ചേർന്നു. 12,000 പ്രവാചകന്മാർ ആ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ജനങ്ങൾ കൂട്ടമായി വന്നു ദുആ ചെയ്തു പോവുന്നു. അന്ത്യവിശ്രമം കൊള്ളുന്ന നബിമാർക്കുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥന നടത്തി. വളരെയേറെ സൂഫികൾ അവിടെയുണ്ടായിരുന്നു. അവരുമായി സംസാരിച്ചു, ഒന്നിച്ചു പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞങ്ങൾ 3 പേരും കൂടി ദമസ്കസിലെ പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. മുഹമ്മദ് ആരിഫ് എന്ന മഹാനും വന്നു ചേർന്നു. മുഹമ്മദ് ആരിഫ് ഇങ്ങനെ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ കണക്ക് ചോദ്യം വരുമ്പോൾ പരിത്യാഗികളായ ദർവേശുമാർക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ ധനികന്മാർക്ക് എല്ലാ കണക്കും പറയേണ്ടിവരും. ഇത് കേൾക്കേണ്ട താമസം ഒരു ദർവേശ് ചാടിയണീറ്റ് ചോദിച്ചു, അതിനെന്താണ് തെളിവ്? ഏത് കിതാബിലാണതുള്ളത്? മുഹമ്മദ് ആരിഫിന് പെട്ടെന്ന് കിതാബിന്റെ പേര് കിട്ടിയില്ല. അദ്ദേഹം ഉടനെ മുറാഖബയിരുന്നു. മലക്കുകൾ വന്നു, കിതാബ് കാണിക്കപ്പെട്ടു. അദ്ദേഹം എഴുന്നേറ്റുനിന്നു, കിതാബിന്റെ പേര് പറഞ്ഞു. ചോദ്യകർത്താവായ ദർവേഷ് ഉടനെ മുഹമ്മദ് ആരിഫിന്റെ പാദത്തിൽ തലവെച്ചു വിനയം കാണിച്ചു. ഹിജ്റ 581 മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ സുപ്രധാന വർഷമാണ്. 3 സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വർഷം. ഷെയ്ഖ് നജ്മുദ്ദീൻ കുബ്ര തങ്ങളെ കണ്ടുമുട്ടി. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ചു. അനിസുൽ അർവാഹ് എന്ന ഗ്രന്ഥം എഴുതിത്തീർത്തു 18 അധ്യായങ്ങളുള്ള ഒരു ഗ്രന്ഥമാണത്. തന്റെ ഷെയ്ഖിന്റെ വിലപ്പെട്ട ഉപദേശങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഷെയ്ഖിനോടൊപ്പമുള്ള ജീവിതയാത്രയ്ക്ക് 20 വർഷം തികഞ്ഞു. ഇനി സുപ്രധാന വഴിത്തിരിവാണ്. അതിന് സമയമായിരിക്കുന്നു. 2 പതിറ്റാണ്ട് കാലത്തെ കഠിന ശിക്ഷണം കൊണ്ട് ഷെയ്ഖ് ഉസ്മാൻ ഹാറൂനി തന്റെ ശിഷ്യനെ പാകപ്പെടുത്തിയെടുത്തു. തന്റെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു. ഇനിയെല്ലാം ശിഷ്യനെ ഏൽപ്പിക്കാം. ചിശ്തി ഖിലാഫത്തിന്റെ വിളക്ക് ശിഷ്യൻ ഭദ്രമായി സൂക്ഷിക്കും. വെളിച്ചം മങ്ങാതെ നോക്കിക്കൊള്ളും. ഖിലാഫത്ത് നൽകൽ, ഹിർക്ക ധരിപ്പിക്കൽ, പിൻഗാമിയായി നിയോഗിക്കലെല്ലാം ചിശ്തി മാർഗത്തിലെ സുപ്രധാന ചടങ്ങുകളാണ്. സജ്ജാദെ നഷീൻ, അതാണ് ചടങ്ങിന്റെ പേര്. ആത്മീയ നായകന്മാരുടെ നാടായ ബഗ്ദാദിൽ തന്നെയാണ് സജ്ജാദെ നഷീൻ ഒരുക്കുന്നത്. ആത്മീയ ലോകത്തെ മഹാരഥന്മാരുടെ അനുഗ്രഹീത സാന്നിധ്യം അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ നിന്ന് ലഭിച്ചതും പരമ്പരാഗതമായി കൈമാറിവന്ന ചില അനുഗ്രഹീത വസ്തുക്കൾ സദസ്സിൽ കൊണ്ടുവന്നുവെച്ചു. സ്ഥാനവസ്ത്രവും കൊണ്ടുവന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. മൊയ്നുദ്ദീൻ സ്ഥാനവസ്ത്രം ധരിച്ചു. മൊയ്നുദ്ദീനെ കൊണ്ടുവന്നിരുത്തി. ഷെയ്ഖ് ഉസ്മാൻ ഹാറൂനി വന്നിരുന്നു. സലാം ചൊല്ലി. എല്ലാവരും സലാം മടക്കി. ബിസ്മിയും ഹംദും സ്വലാത്തും ചൊല്ലി എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങി. ഓ മൊയ്നുദ്ദീൻ, ഇതെല്ലാം നിനക്കുവേണ്ടിയുള്ള ഒരുക്കങ്ങളാകുന്നു. ഞാൻ നിനക്ക് വേണ്ടതെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
അവയെല്ലാം കർശനമായി പിൻപറ്റണം. നീ എന്റെ ആത്മീയപുത്രനും പിൻഗാമിയുമാകുന്നു. പരമ്പരാഗതമായി ചിഷ്തി മാർഗത്തിൽ എനിക്കു കിട്ടിയതെല്ലാം ഞാൻ നിനക്ക് കൈമാറുന്നു. ഇത്രയും പറഞ്ഞ ശേഷം ചിഷ്തി ഷേഖുമാരിലൂടെ പരമ്പരാഗതമായി കൈമാറിവന്ന വടി ഷെയ്ഖ് ഉസ്മാൻ ഹാറൂനി കൈയിലെടുത്തു. മൊഈനുദ്ദീന്റെ നേരെ നീട്ടി വളരെ ആദരവോടെ കൈകൾ നീട്ടി. അത് വാങ്ങി വിശേഷപ്പെട്ട ഷാൾ പുതപ്പിച്ചു. സുഗന്ധദ്രവ്യം നൽകി, മുസല്ല കൊടുത്തു, തലപ്പാവ് ധരിപ്പിച്ചു. ഷെയ്ഖ് ഉസ്മാൻ ഹാറൂനി ഇങ്ങനെ തുടർന്നു: ഇവയെല്ലാം നമ്മുടെ മുൻഗാമികൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ചുവെച്ചു. എന്റെ ഷെയ്ഖിന്റെ കരങ്ങളിലൂടെ എനിക്ക് കിട്ടി. ഞാൻ ഇവയെല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു. ഇനി നീയാണ് ഇവ സൂക്ഷിക്കേണ്ടത്. നമ്മുടെ മാർഗത്തിന്റെ ചിഹ്നങ്ങളാണിവ. നിന്റെ കാലം കഴിയാറാവുമ്പോൾ നല്ലൊരു പിൻഗാമിയെ കണ്ടുപിടിച്ച് ഇവയെല്ലാം നൽകണം. ജനങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. ആരോടും ഒന്നും ആവശ്യപ്പെടരുത്. എല്ലാറ്റിനും അല്ലാഹു മതി. ഷെയ്ഖ് തന്റെ ഖലീഫയെ ആലിംഗനം ചെയ്തു, ശിരസിലും കണ്ണിലും ചുംബിച്ചു. അല്ലാഹുവേ, ഞാൻ ഈ ആത്മീയപുത്രനെ നിന്നെ ഏൽപ്പിക്കുന്നു. അതോടെ ചടങ്ങുകൾ അവസാനിച്ചു. ഷെയ്ഖ് ഖലീഫക്ക് സലാം ചൊല്ലി വേർപിരിയുകയാണ്. 20 വർഷത്തെ സഹവാസത്തിനു ശേഷം ഗുരുവും ശിഷ്യനും വഴിപിരിയുന്നു. ഏറെ കഴിഞ്ഞില്ല, ഷെയ്ഖ് ഉസ്മാൻ ഹാറൂനി ബഗ്ദാദ് വിട്ടു. മൊഈനുദ്ദീൻ ഷെയ്ഖായിരിക്കുന്നു. ഇന്നുമുതൽ ഷെയ്ഖ് ഖാജ മൊഈനുദ്ദീൻ ചിഷ്തി എന്നറിയപ്പെടും. ഹിജ്റ 582 ഈ സംഭവങ്ങൾ. ഖാജായുടെ ആദ്യ യാത്ര ഔഷിലേക്കായിരുന്നു. നല്ല സ്വീകരണം, പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി. അവിടെ നിന്ന് ഇസ്ഫഹാനിലെത്തി ഷെയ്ഖ് മുഹമ്മദ് ഇസ്ഫഹാനിയുമായി കണ്ടുമുട്ടി. ഹിജ്റ 583 മറ്റൊരു പ്രധാന സംഭവം നടക്കുന്നു. 14 വയസ്സ് മാത്രം പ്രായമുള്ള ഖുതുബുദ്ദീൻ ഖാജ മൊഈനുദ്ദീൻ ചിഷ്തിയുടെ മുരീദായി ബൈഅത്ത് ചെയ്തു. ഇനിയുള്ള ജീവിതയാത്രയിൽ ഖാജ സാഹിബിന് ഖുതുബ് സാഹിബിന്റെ കൂട്ടുണ്ടായിരിക്കും. അതേ വർഷം തന്നെ രണ്ടുപേരും കൂടി മക്കയിലേക്ക് തിരിക്കുകയാണ്, ഹജ്ജും ഉംറയും നിർവഹിക്കാൻ. അല്ലാഹുവിന്റെ സഹായി. ഹിജ്റ 583 ഖാജ മൊഈനുദ്ദീൻ ചിഷ്തി ഖുതുബുദ്ദീൻ ബഖ്തിയാർ കൈക്കിയോടൊപ്പം ഹജ്ജിന് പുറപ്പെട്ടു. രണ്ടുപേരും മക്കയിലെത്തിച്ചേർന്നു. കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വിളിയാളം കേട്ടു. ഓ മൊഈനുദ്ദീൻ, ചോദിച്ചുകൊള്ളൂ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വീകരിക്കപ്പെടുന്നതാണ്. അല്ലാഹുവേ, മൊഈനുദ്ദീന്റെ സകല മുരീദന്മാരെയും നീ അനുഗ്രഹിക്കണമേ. ഉടനെ വിളിയാളം വന്നു: മൊഈനുദ്ദീൻ ഖിയാമം നാൾ വരെ നിങ്ങളുടെ മുരീദന്മാരായി വരുന്ന എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കുന്നതാണ്. ഹജ്ജ് കർമ്മം നിർവഹിച്ചതിനു ശേഷം റൗള സിയാറത്തിനായി അവർ മദീനയിലെത്തി. ഖാജ മൊഈനുദ്ദീൻ ചിഷ്തിയെ നബിതങ്ങൾ റൗളയിലേക്ക് വിളിച്ചു. വളരെ ആദരവോടും താഴ്മയോടും കൂടി ഖാജ റൗള ഷരീഫിൽ വന്നു നിന്നു. സലാം ചൊല്ലി ദുആയിരുന്നു. മസ്ജിദുൻ നബവിയിൽ തന്നെ അധിക നേരവും കഴിച്ചുകൂട്ടി. ഒരു ദിവസം റൗള ഷരീഫിന് സമീപം ഇരിക്കുകയായിരുന്നു. അപ്പോൾ റൗളയിൽ നിന്ന് വാത്സല്യം തുളുമ്പുന്ന സ്വരത്തിൽ വിളിവന്നു. ഉടനെ അടുത്തേക്ക് ചെന്നു. യാ മൊഈനുദ്ദീൻ, അന്ത മൊഈനുല്ലിദീനില്ലാഹി. ഓ മൊഈനുദ്ദീൻ, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായിയാകുന്നു. കുളിരണിഞ്ഞുപോയ നിമിഷങ്ങൾ വീണ്ടും കനിവിന്റെ വാക്കുകൾ ഒഴുകിവന്നു. ഇന്ത്യരാജ്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അല്ലാഹുവിൽ നിന്നുള്ള ഒരു സമ്മാനമാണത്. അവിടെ ഈമാനിന്റെ പ്രകാശം എത്തിയിട്ടില്ല. സന്മാർഗബോധവുമായി നിങ്ങളെവിടേക്ക് പോവുക. ഇരുളകറ്റുക. ഇന്ത്യയിൽ നിങ്ങളുടെ സ്ഥാനം അജ്മീറാകുന്നു. അവിടെ ധാരാളം ആളുകൾ നിങ്ങളെ സമീപിക്കും. അവരെ സന്മാർഗത്തിലേക്ക് നയിക്കുക. അവരുടെ കൂട്ടത്തിൽ റയീസുമാരും അമീർമാരും കാണും. നിങ്ങളുടെ കർമ്മവേദിയാണ് അജ്മീർ. അന്ത്യവിശ്രമസ്ഥലവും അജ്മീർ തന്നെ. നിങ്ങളുടെ സന്താന പരമ്പരകളുടെ കേന്ദ്രവും അജ്മീറാകുന്നു. അന്ത്യനാൾ വരെ അങ്ങനെ തന്നെ. സന്ദേശം ശ്രവിച്ചപ്പോൾ സന്തോഷമുണ്ടായി. മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി. ഒപ്പം ഉത്കണ്ഠയും. ഇന്ത്യ അതെവിടെയാണ്? അജ്മീർ എവിടെയാണ്? അങ്ങോട്ടുള്ള വഴിയേത്? പകൽ മുഴുവൻ അതായിരുന്നു ചിന്ത. വിദൂരമായ നാട്, പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ജനത, അവരെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുക. എത്ര ശ്രമകരമായ ജോലി! ഉറങ്ങിയപ്പോൾ സ്വപ്നം കണ്ടു. നബിതങ്ങൾ സ്വപ്നത്തിൽ വന്നു. എത്ര മനോഹരമായ രൂപം! ആവേശത്തോടെ നോക്കി നിന്നു. പിന്നെ ആലിംഗനം. സ്വപ്നത്തിൽ നബിതങ്ങളെ കണ്ടു. ഒരു ഉറുമാൻ പഴം തന്നു സൂക്ഷിച്ചു നോക്കി. അതിൽ ഭൂമിയുടെ രൂപം, കരയും കടലുമുണ്ട്. ഇന്ത്യ കണ്ടു, അജ്മീർ കണ്ടു, അവിടേക്കുള്ള വഴികൾ കണ്ടു. സന്തോഷമായി. ഒരു വലിയ ജനസമൂഹത്തെ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ള ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നബിതങ്ങളോട് യാത്ര പറഞ്ഞു. പുണ്യഭൂമിയിൽ നിന്ന് മടങ്ങി ബഗ്ദാദിലെത്തി. ഷെയ്ഖ് അബുല്ലൈസ് സമർഖന്ദിയുടെ മസ്ജിദിൽ വന്നു. അവിടെ വെച്ചൊരു മഹത്തായ ചടങ്ങ് നടക്കാൻ പോകുന്നു. ഖുതുബുദ്ദീൻ ബഖ്തിയാർ കഅക്കിയെ ഖലീഫയായി നിയോഗിക്കുന്ന ചടങ്ങ്. അതിന് സാക്ഷ്യം വഹിക്കാൻ പല മഹാന്മാരും സന്നിഹിതരായിട്ടുണ്ട്. ഷെയ്ഖ് ദാവൂദുൽ കിർമാനി, ഷെയ്ഖ് ഷഹാബുദ്ദീൻ, ഷെയ്ഖ് ബുർഹാനുദ്ദീൻ മുഹമ്മദ് ചിഷ്തി, ഷെയ്ഖ് താജുദ്ദീൻ മുഹമ്മദ് ഇസ്ഫഹാനി തുടങ്ങിയവർ. 4 മൂലകളുള്ള തൊപ്പി ഖുതുബുദ്ദീന്റെ ശിരസിൽ വെച്ചുകൊടുത്തു. അദൃശ്യഭാഗങ്ങളിൽ നിന്ന് ഖാജ മൊഈനുദ്ദീൻ ചിഷ്തിക്ക് പല സന്ദേശങ്ങളും കിട്ടിക്കൊണ്ടിരുന്നു. ഖുതുബുദ്ദീനെക്കുറിച്ച് പല വിവരങ്ങളും കിട്ടി.
അദ്ദേഹത്തെ ഖലീഫയാക്കണമെന്ന നിർദ്ദേശവും കിട്ടി. അതനുസരിച്ചാണ് ഖലീഫയാക്കിയത്. ഖാജായുടെ യഥാർത്ഥ പിൻഗാമിയായി വരേണ്ടത് ഖുതുബുദ്ദീൻ തന്നെയാണ്. അതിനനുസരിച്ചുള്ള ശിക്ഷണമാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത്. ഖലീഫയായി നിയോഗിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 17 വയസ്സ് പ്രായമായിരുന്നു. ബാഗ്ദാദിലെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം അവർ ചിശ്തിയിലേക്ക് യാത്രയായി. ഖാജാ മൊഈനുദ്ദീൻ ചിശ്തി സുദീർഘമായ യാത്രക്കൊരുങ്ങി ഔലിയാക്കന്മാരുടെ കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തണം. ഔലിയാക്കന്മാരുടെ സുൽത്താനാണ് ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ. മഹാനെ സന്ദർശിക്കാൻ വേണ്ടി ബഗ്ദാദിൽ വന്നു വന്യരായ മാപ്പിള ആലിം ലബ്ബ സാഹിബിന്റെ വിവരണം ഇങ്ങനെ: 40 അനുയായികളോടൊപ്പം ബാഗ്ദാദിലെത്തി മുഹ്യിദ്ദീൻ ഷെയ്ഖ് അവരെ ആഹ്ലാദപൂർവ്വം സ്വീകരിച്ചു. ആഗതരുടെ സലാം മടക്കിയ ശേഷം മുഹ്യിദ്ദീൻ ഷെയ്ഖ് വിളിച്ചു പറഞ്ഞു സ്വാഗതം ചെയ്തത്: മർഹബൻ ബി അത്വാഇ റസൂൽ, മർഹബൻ ബി റസൂലി. റസൂലിന്റെ ഔദാര്യത്തിന് സ്വാഗതം, റസൂലിന്റെ ദൂതന് സ്വാഗതം. ഇന്ത്യൻ ജനതയ്ക്ക് നബിതങ്ങൾ നൽകിയ ഔദാര്യമാണ് ഖാജാ മൊഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു. വിലമതിക്കാനാവാത്ത പാരിതോഷികം. റസൂൽ തങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാകുന്നു. ആ ദൂതന്റെ ദൂതനായിട്ടാണ് ഖാജാ വന്നിരിക്കുന്നത്. വളരെ മാന്യവും ഹൃദ്യവുമായ സ്വീകരണം, ഉന്നതമായ രീതിയിൽ തന്നെ സൽക്കാരമൊരുക്കി. മുഹ്യിദ്ദീൻ ഷെയ്ഖ് കത്തി ജ്വലിച്ചു നിൽക്കുന്ന കാലം പ്രശസ്തിയുടെ കൊടുമുടിയിലാണ്. ഖാജാ മൊഈനുദ്ദീൻ ചിശ്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യണം. അങ്ങനെ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കണം. നബിതങ്ങൾ ആദരിച്ച വ്യക്തിയാണ്, നാമും അദ്ദേഹത്തെ ആദരിക്കണം. ചിശ്തി ത്വരീഖത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യം ഖാദിരിയ ത്വരീഖത്തിൽ അതിന് പ്രാധാന്യമില്ല. അങ്ങനെയുള്ള കാര്യം അത് ചെയ്യേണ്ടിയിരിക്കുന്നു. ഖാജായെ സന്തോഷിപ്പിക്കാൻ അത് വേണം. അത് ചെയ്യാൻ തന്നെ മുഹ്യിദ്ദീൻ ഷെയ്ഖ് തീരുമാനിച്ചു. ഗായകരുടെ സദസ്സൊരുക്കുക. ഇഷ്ഖിന്റെ ഗാനങ്ങൾ ഗായകർ ചേർന്നു പാടും കവാലി. ഖാജാ മൊഈനുദ്ദീൻ അതിൽ ലയിച്ചു ചേരും. ഇഷ്ഖിന്റെ നിർവൃതിയിലേക്ക് വരും. പ്രകൃതി പോലും പ്രകമ്പനം കൊണ്ട് നിന്നുപോവും. ബാഗ്ദാദിലെ ഗായകരെ വിളിച്ചുകൂട്ടി. ഗായകരുടെ സദസ്സൊരുങ്ങി. കേൾവിക്കാരായി നിരവധി പേരെത്തി. ഖാജാ സന്തോഷപൂർവ്വം സദസ്സിലെത്തി. ഗാനാലാപനം തുടങ്ങാറായപ്പോൾ മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഖാൻഖാഹിലേക്ക് മടങ്ങി. മുരീദുമാർക്ക് ദർസ് തുടങ്ങി. ഒരു ഭാഗത്ത് ഗാനസദസ്സ്, മറ്റൊരു ഭാഗത്ത് ദർസ്. മുരീദുമാർ നോക്കി നിൽക്കെ മുഹ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ഭാവം മാറി. ഗൗരവം പൂണ്ടു മുഖം ചുവന്നു തുടുത്തു. പെട്ടെന്ന് ഒരു കുന്തം കൈയിലെടുത്തു. നിലത്ത് കുത്തിപ്പിടിച്ചു. ഭൂമിക്ക് വിറയൽ ബാധിച്ചു. കുന്തം ശക്തമായി ഭൂമിയിൽ അമർത്തിപ്പിടിച്ചു. പിന്നെ എല്ലാം ശാന്തമായി. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കുമറിയില്ല. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ആളുകൾ സംഭവത്തെക്കുറിച്ചന്വേഷിച്ചു. മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഇങ്ങനെ വിവരിച്ചു: ഗാനാലാപന സമയത്ത് ഖാജാ മൊഈനുദ്ദീൻ അല്ലാഹുവിനോടുള്ള ഇഷ്ക് കൊണ്ട് സ്വയം മറന്നു. ഇഷ്കിന്റെ ശക്തികൊണ്ട് ബാഗ്ദാദ് കീഴ്മേൽ മറിഞ്ഞുപോവുമെന്ന് ഞാൻ ഭയന്നുപോയി. അപ്പോൾ ഞാൻ കുന്തം കൊണ്ട് അമർത്തിപ്പിടിച്ചു. അങ്ങനെ ഞാൻ ചെയ്തില്ലെങ്കിൽ ബാഗ്ദാദ് കീഴ്മേൽ മറിയുമായിരുന്നു. തന്നോട് കാണിച്ച ഔദാര്യത്തിന് ഖാജാ മൊഈനുദ്ദീൻ വളരെ നന്ദിയുള്ളവനായിരുന്നു. ആലിംഗനം ചെയ്ത് ആശീർവദിച്ചാണ് ഖാജായെ യാത്രയാക്കിയത്. മുഹ്യിദ്ദീൻ ഷെയ്ഖും ഖാജായും തമ്മിലുള്ള പ്രത്യേക ബന്ധം വ്യക്തമാക്കുന്ന മറ്റൊരു സംഭവം പറയാം. ഒരിക്കൽ മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഇങ്ങനെ പ്രഖ്യാപിച്ചു. 50ഓളം വലിയാക്കന്മാരുള്ള സദസ്സിൽ വെച്ചായിരുന്നു പ്രഖ്യാപനം: ഖദമീ അലാ റഖബത്തി കുല്ലി വലിയ്യിൻ ലില്ലാഹി. അല്ലാഹുവിന്റെ എല്ലാ ഔലിയാക്കന്മാരുടെയും ചുമലിൽ എന്റെ പാദമുണ്ട്. പ്രസിദ്ധമായ മുഹ്യിദ്ദീൻ മാലയിൽ ഇങ്ങനെ ഒരു വരിയുണ്ട്: എല്ലാ മശായിഖന്മാരുടെ തോളിന്മേൽ ഏകൻ അരുളാലെ എന്റെ കാൽ എന്നോവർ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം എല്ലാ മശായിഖന്മാരുടെയും ചുമലിൽ എന്റെ കാലുണ്ട്. ഷെയ്ഖ് അബൂ സഊദ് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ചുമലിൽ എന്റെ പാദമുണ്ട് എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറയുമ്പോൾ ആ സദസ്സിൽ ഞാനുണ്ടായിരുന്നു. അക്കാലത്തെ പ്രഗത്ഭരായ 50ഓളം ഷെയ്ഖുമാർ സദസ്സിലുണ്ടായിരുന്നു. പാദം വയ്ക്കാൻ വേണ്ടി എല്ലാവരും കഴുത്ത് നീട്ടിക്കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഷെയ്ഖ് അലിയുബ്ന് ഹീദി എഴുന്നേറ്റു പാദം ചുമലിൽ വയ്ക്കുന്നതും ഞാൻ കണ്ടു. അടുത്തുള്ളവരും അകലെയുള്ളവരുമായ ഔലിയാക്കൾ ചുമലിൽ കാൽവെക്കത്തക്കവണ്ണം കുനിഞ്ഞുകൊടുത്തു. ഖാജാ മൊഈനുദ്ദീൻ ചിശ്തി ഇക്കാര്യത്തിൽ എല്ലാവരേക്കാളും മുൻകടന്നു. അങ്ങയുടെ പാദം എന്റെ ശിരസിൽ വയ്ക്കുക, എന്റെ കണ്ണുകളിലും വയ്ക്കുക. ഇത് പറഞ്ഞുകൊണ്ട് ശിരസ് തന്നെ താഴ്ത്തിക്കൊടുത്തു. ഈ ചരിത്രത്തിലെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.